ഫസ്റ്റ് നമ്മൾ മാജിക് റിങ്ങാണ് മേക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കണക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്കിപ്പോൾ ഒരു ചെയിനും കിട്ടും, പിന്നെ ഒരു മാജിക് റിങ്ങും കിട്ടും. അതിൽ ആ ഷോർട്ട് ടെയിലിനെ വലിക്കുകയാണെങ്കിൽ നമുക്ക് ആ മാജിക് റിങ്ങിനെ ചെറുതാക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് നമ്മൾ 5 സിംഗിൾ ക്രോഷറ്റാണ് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മളിവിടെ നോർമലി യാൺ ഓവർ ചെയ്യുന്നത് കണക്കല്ല യാൺ ഓവർ ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ യാൺ ഓവർ ചെയ്യുക. ദെൻ നമ്മൾ അതിനെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക. ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റാണ്. ആ നമ്മളൊരു സ്റ്റിച്ച് മാർക്ക് അഥവാ പിൻ യൂസ് ചെയ്ത് നമ്മളത് മാർക്ക് ചെയ്യുക. ദെൻ നമ്മുടെ സെക്കൻഡ് സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഹുക്ക് എന്ത് ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാണിനെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക. ആ 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണിനെ യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. നമ്മൾ 3 സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ. ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇവിടെ 4th സിംഗിൾ ക്രോഷറ്റാണ്, ലാസ്റ്റ് സിംഗിൾ ക്രോഷറ്റാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ. ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. കൗണ്ട് ചെയ്യുക. 5 സിംഗിൾ ക്രോഷറ്റ് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക, കാരണം ഫൗണ്ടേഷൻ ചെയിനാണ്. ഇനി ആ ഷോർട്ട് ചെയിനെ വച്ച് ക്ലോസ് ചെയ്യുക. ആ റിങ്ങിനെ ക്ലോസ് ചെയ്യുക. നമ്മൾ എവിടെയാണോ നമ്മുടെ സ്റ്റിച്ച് മാർക്കേഴ്സ് മാർക്ക് ചെയ്ത്, മീൻസ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റിൻ്റെ അകത്ത് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് പാടായിരിക്കും, കാരണം ടൈറ്റൺ ആണ് ആ ഫസ്റ്റ് സ്റ്റിച്ച്. നമ്മുടെ നെയിൽസ് വെച്ചൊന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ആ സെയിം യാണിനെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 3 മേക്ക് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ആ ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ചെയിനാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ മേക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്. യാൺ ഓവർ. ആ ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ 3rd ചെയിനാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എവിടെയാണോ സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്തത് ആ സെയിം ചെയിനിലോട്ട് തന്നെ നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം സ്റ്റിച്ചിലോട്ട് എന്ത് ചെയ്യുക, ഒരു ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ നമുക്കപ്പം 4 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിലപ്പം നമുക്ക് 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ പുൾ ത്രൂ ചെയ്യുക. നമുക്ക് വീണ്ടും 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക. ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ 1 മേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്ത ട്രിപ്പിൾ ക്രോഷറ്റിൻ്റെ മുകളിലോട്ട് ടോപ്പ് ഓഫ് ദ ട്രിപ്പിൾ ക്രോഷറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നമ്മുടെ ഹുക്ക് എന്ത് ചെയ്യുക, ടോപ്പ് ഓഫ് ദ ട്രിപ്പിൾ ക്രോഷറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ കാണിക്കുന്ന കണക്ക് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ആ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. ആ 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പിൾ ക്രോഷറ്റ് ആ സെയിം സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലോട്ട് എന്ത് ചെയ്യുക, ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ നമുക്ക് 4 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, നമ്മൾ പുൾ ത്രൂ ചെയ്യുക. ബാലൻസ് 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ. ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക.
ഇനി നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്ന. 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യാം. ഇനി നമ്മൾ സെയിം ചെയിൻ 1 മേക്ക് ചെയ്യുക. ടോപ്പ് ഓഫ് ദ ട്രിപ്പിൾ ക്രോഷറ്റ്, നമ്മൾ ഓൾറെഡി ചെയ്ത ട്രിപ്പിൾ ക്രോഷറ്റിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ആൻഡ് ആ 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. സെയിം നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. സെയിം സ്റ്റിച്ചിലോട്ട് ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയിൻ 1 മേക്ക് ചെയ്യുന്നില്ല, ചെയിൻ 3 മേക്ക് ചെയ്യാണ്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ആൻഡ് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ദെൻ നെക്സ്റ്റ് ചെയിനിലോട്ടാണ് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, ആ സെയിം ലൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ പുൾ ത്രൂ ചെയ്യുക. ഒരു റൗണ്ടും കൂടെ എങ്ങനെയാണ് പെറ്റൽസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, ചെയിൻ 3 മേക്ക് ചെയ്യുക. ആദ്യം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിലോട്ട് ഒരു ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഹുക്ക് എന്ത് ചെയ്യുക, സെയിം സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, നമ്മൾ പുൾ ത്രൂ ചെയ്യുക. ദെൻ നമ്മൾ ചെയിൻ 1 മേക്ക് ചെയ്യുക. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ട്രിപ്പിൾ ക്രോഷറ്റിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ഇതിൽ പറയുന്നത് കുറച്ച് സ്പീഡായിട്ടായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ ആദ്യം ചെയ്ത പെറ്റൽസ് ഒന്നും കൂടെ റീവാച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടെ. ബാലൻസ് 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ ചെയ്യുക. നമ്മൾ ഹുക്കിൽ നമുക്ക് 4 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ആൻഡ് ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മൾ ചെയിൻ 1 മേക്ക് ചെയ്യുക. ആൻഡ് സെയിം നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ്ലി ചെയ്ത ട്രിപ്പിൾ ക്രോഷറ്റിൻ്റെ മുകളിലോട്ട് ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷറ്റ് ആ സെയിം സ്റ്റിച്ചിലോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ആൻഡ് ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ 3 ചെയിൻസ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ ആൻഡ് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ടായിരിക്കും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താലേ ആ ഹൈഡാക്കിയിരിക്കുന്ന ചെയിൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് ചെയ്യുക, ഹുക്ക് നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. ആ സെയിം ലൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇതേ സെയിം പാറ്റേൺ നമ്മളിനി 3 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യും. ഫസ്റ്റ് ഞാൻ പ്രീവിയസ്ലി ചെയ്ത പെറ്റൽസ് ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. മൊത്തം നമുക്ക് 5 പെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് പെറ്റൽ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ചെയിനിലോട്ട്, അത് നമ്മൾ കുറച്ചിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയിൻസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. ആ സെയിം ലൂപ്പ് തന്നെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മൾ നല്ലതുപോലെ ടൈറ്റൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെയിൻ 1 മേക്ക് ചെയ്തിട്ട്
കട്ട് ചെയ്യുക. ബാലൻസ് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത യാൺസ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക. അതിന് നമ്മൾ ടേണിങ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റാൻഡം സ്റ്റിച്ചസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്ത് വെക്കുക. ഇതിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ ടെയിലിൻ്റെ ഒന്ന് ഹൈഡാക്കി കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഈ ഫ്ലവറിലെ സെൻറ്റർ പാർട്ടാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഞാനിവിടെ റെഡ് കളർ യാണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഈ യാണ് ഞാൻ കട്ടാക്കിയാണ് എടുത്തിരിക്കുന്നത്. മീൻസ് ബോളിൽ അറ്റാച്ച്ഡ് അല്ല. ഞാൻ ഒരു ലെങ്ത്ത് കണക്കാക്കിയിട്ടാണ് യാണ് കട്ടാക്കി എടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ സെൻറ്റർ പാർട്ടിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ബാലൻസ് ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. സെയിം രീതിയിൽ ബാലൻസ് ഉള്ള പെറ്റൽസും നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ആ രണ്ട് ടെയിലൻറ്റും റോങ് സൈഡിലോട്ടായിരിക്കും ഫേസ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ടെയിലൻറ്റും കൂടെ ഒരുമിച്ച് ചെറിയൊരു നോട്ട് ഇട്ട് വയ്ക്കുക. നോർമലി നമ്മൾ ടൈ ചെയ്യത്തില്ല, അതേ കണക്ക് നോട്ടിട്ട് വയ്ക്കുക. 1-2 പ്രാവശ്യം നോട്ടിടുക. അത് സെക്യൂറായിട്ട് അവിടെ ഇരിക്കാനായിട്ടാണ്. മാർക്കറിൻ്റെ ആ ടെയിലും ആ ചെറിയൊരു റൗണ്ട് പാർട്ടുമാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഞാൻ സെയിം റെഡ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ടൂൾ പാർട്ട് മേക്ക് ചെയ്യാനായിട്ട് നമ്മളാദ്യം മാജിക് റിങ് മേക്ക് ചെയ്യുക. നമുക്കൊരു ചെയിനും ഉണ്ടാകും, ഒരു മാജിക് റിങ്ങും ഉണ്ടാകും. ആ ഷോർട്ട് ടെയിലൊന്ന് വലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിങ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് നമ്മൾ 7 സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച സെയിം രീതിയിലാണ് നമ്മളിവിടെ സിംഗിൾ ക്രോഷറ്റ് ആ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് മേക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്ന സിംഗിൾ ക്രോഷറ്റ് എന്ത് ചെയ്യുക, എപ്പോഴും സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഹുക്ക് എന്തോന്ന് ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ, യാൺ ഓവർ. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. പുൾ ത്രൂ, യാൺ ഓവർ, 2 ലൂപ്പിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. ടോട്ടൽ 7 സിംഗിൾ ക്രോഷറ്റ് നമ്മൾ ഈ റൗണ്ടിൽ മേക്ക് ചെയ്യും. കൗണ്ട് ചെയ്ത് നോക്കുക 7 സിംഗിൾ ക്രോഷറ്റ് ഉണ്ടോ എന്ന്. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് തന്നെ ഒന്ന് പുൾ ചെയ്യുക. അപ്പോൾ മാജിക് റിങ് ക്ലോസ് ആകും. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റിച്ച് മാർക്കർ എന്ന പ്ലേസിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യുക. നമ്മൾ ഹുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക.
യാൺ ഓവർ, പുൾ ത്രൂ. ആ സെയിം ലൂപ്പ് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ആ ടെയിലെൻഡ് ഇല്ലേ, ആ ഷോർട്ട് ടെയിലെൻഡ് നമ്മൾ ഹൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഓൾറെഡി ചെയ്തത് കണക്ക് ടേണിംഗ് നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ യാൺസിൻ്റെ ടെയിൽസ് എൻഡും ബാലൻസ് വരുന്ന യാണും ഹൈഡ് ചെയ്യുന്നത്. ഇതും നമുക്ക് റാൻഡംലി ചെയിൻസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ടെയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ഏത് ബുക്കാണ് യൂസ് ചെയ്യുന്നത് ആ ബുക്ക് എടുക്കുക. അതിൻ്റെ ലെങ്ത് അനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ ചെയിൻസ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് എത്ര ഡിസയർ ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയിൻസ് മേക്ക് ചെയ്യുക. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ 10 ചെയിൻസ് മേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബുക്കിൻ്റെ പുറത്തൊന്ന് വെച്ച് നോക്കുക, കറക്റ്റ് ആവുമോ, ലെങ്ത് ഓക്കെ ആണോ നോക്കുക. അപ്പോൾ എന്തായാലും മനസ്സിലാവില്ല, നമുക്ക് കുറച്ചും കൂടെ ചെയിൻസ് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചെയിൻസ് മേക്ക് ചെയ്യുക. ഇനി മെയിൻ പാർട്ട് എന്ന് പറയുന്ന ഈ 2 എണ്ണവും കൂടെ നമ്മൾ കണക്ട് ചെയ്യുക. അതിന് നമ്മൾ ടേണിംഗ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ടേണിംഗ് നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ റെഡ് പാർട്ടിൻ്റെ അകത്തോട്ട് മാത്രം, മീൻസ് ആ ബാക്ക് പാർട്ടിലെ ഫ്ലവറിൻ്റെ ബാക്ക് പാർട്ട് റോങ് സൈഡിലോട്ട് നമ്മുടെ ടേണിംഗ് നീഡിൽ ആ റെഡ് കളർ യാണുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് മാത്രം ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് പുൾ ത്രൂ ചെയ്യുക. സെയിം ആ റെഡ് കളർ ഭാഗത്തോട്ട് മാത്രം, ആ റെഡ് കളർ യാണിൻ്റെ അകത്തോട്ട് മാത്രം നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ടെയിലിൻ്റെ ഇല്ലേ, ആ ചെയിനിൽ ആദ്യത്തെ ചെയിനിൻ്റെ അകത്തോട്ട് നമ്മൾ ടേണിംഗ് നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് പുൾ ത്രൂ ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ഒരു ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. ചെറിയ ലൂപ്പ് ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ അകത്തൂടെ നമ്മൾ ടേണിംഗ് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ടേൺ ചെയ്യുക. വലിച്ചിട്ട് ഒന്ന് ടൈറ്റ് ടേൺ ചെയ്യുക. ഇതേ കണക്ക് 1-2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ടേൺ ചെയ്യുക. എന്നാലേ രണ്ടും സെക്യൂറായിട്ട് ടൈറ്റ് ടേൺ ചെയ്ത് ഇരിക്കുള്ളൂ. ഇവിടെ ഞാൻ കുറച്ചും കൂടെ സെക്യൂറായിട്ട് ഇരിക്കാനായിട്ട് നോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്കർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഐ ഹോപ്പ് എല്ലാവർക്കും എല്ലാ സ്റ്റിച്ചേഴ്സും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും.